നമസ്കാരം. റീയൂണിയൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഇതിലൊരു കാർഡ് സെലക്ട് ചെയ്യുക. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്, എന്താണ് പ്രപഞ്ചം നിങ്ങളുടെ റീയൂണിയനുമായി ബന്ധപ്പെട്ട് പറയുന്നതെന്ന് നോക്കാം. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ ജീവിതത്തിൽ റീയൂണിയനുമായി ബന്ധപ്പെട്ട് പ്രപഞ്ചത്തിൻ്റെ മെസ്സേജ് എന്താണ്? ഓക്കെ, ഫസ്റ്റ് സെക്കൻഡ് ഒരു കാർഡ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തവർക്ക് റീയൂണിയനുമായി ബന്ധപ്പെട്ട് ഇവിടെ 9 ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഡിപ്രഷൻ ആൻസൈറ്റിയിലൂടെ കടന്നു പോകുന്നതായി കാണുന്നു. ഓക്കെ, ഒരുപാട് നാളായിട്ട് നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് റിക്കവർ ആകണം, നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണം എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുന്ന ചില വ്യക്തികളെ കാണുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ റീയൂണിയന് വേണ്ടി വെയിറ്റ് ചെയ്ത് തളർന്നിരിക്കുന്ന ഒരവസ്ഥ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, പ്രപഞ്ചം എന്താണ് അതിന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് നോക്കിയാൽ, ഓക്കെ, ഇത് സ്ട്രെങ്ത് ആണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിൽ നിന്നും ഒരു സ്ട്രെങ്ത് വരാത്തിടത്തോളം കാലം നിങ്ങൾക്കിതിലൊരു ആൻസറും കിട്ടാൻ പോകുന്നില്ല. ഓക്കെ, നിങ്ങൾ തളർന്ന് കരഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു മാറ്റവും സംഭവിക്കില്ല. കാരണം നെഗറ്റീവ് ഉള്ളിടത്തേക്ക് യാതൊന്നും പോസിറ്റീവിനെ അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾ ആ ഒരു ഡിപ്രഷൻ ആൻസൈറ്റിയിൽ നിന്നും മാറി ചിന്തിച്ചാൽ മാത്രമേ നിങ്ങളിപ്പോൾ ഫേസ് ചെയ്യുന്ന കണ്ണീരും ദുഃഖവും വേദനയും എല്ലാം കൺട്രോൾ ചെയ്യണം. ഓക്കെ, കൺട്രോൾ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകുമെങ്കിൽ മാത്രമേ നിങ്ങളിലൊരു പോസിറ്റീവ് എനർജി അട്രാക്റ്റ് ആകുകയുള്ളൂ. എങ്കിൽ മാത്രമായിരിക്കും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വരുന്നതും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ മാനസിക സ്ട്രെങ്തോടുകൂടി നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് കടന്നു പോകാനും നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ എന്ന് ഇവിടെ പറയുന്നു. ഓക്കെ, അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് സ്ട്രെങ്ത് കൊണ്ടുവരിക, ഇപ്പോഴുള്ള സിറ്റുവേഷനെ മാറ്റിയെടുക്കുക. സ്ട്രെങ്ത് നിങ്ങൾക്ക് മാത്രമേ കൊണ്ടുവരാൻ പറ്റുള്ളൂ, മറ്റാർക്കും നിങ്ങളുടെ ഉള്ളിൽ സ്ട്രെങ്തിനെ കൊണ്ടുവരാൻ പറ്റത്തില്ല. അത് ചെയ്യേണ്ട കഴിവ് നിങ്ങളിൽ തന്നെയാണ് ഉള്ളത്. ഓക്കെ, രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, 3 ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് ബ്ലോക്കുകളെല്ലാം മാറിയിട്ട് നിങ്ങൾക്ക് റീയൂണിയൻ വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. വാല്യുബിൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങളുടേതെന്ന് അവർ മനസ്സിലാക്കുന്നു. നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരാൻ അവർ ശ്രമിക്കുന്നു. നിങ്ങളുടെ ഓർമ്മകളിൽ അവർ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് ഉള്ളത്. ഫസ്റ്റ് കാർഡുകാർ ടെൻഷൻ അടിക്കേണ്ട. നിങ്ങളുടെ ആ ഒരു മാനസികാവസ്ഥയിൽ ചേഞ്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പോസിറ്റീവ് അനുഭവം ഉണ്ടാകും. ഓക്കെ, താങ്ക് യു, ഗോഡ് ബ്ലസ് യു. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.